السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് ഒരു ദിവസം ചോദിച്ചു, അള്ളാഹു നമുക്ക് നൽകിയ അല്ലെങ്കിൽ നിനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാന്ന് വെച്ചു. മോൻ പറഞ്ഞു, അത് ഹിദായത്താണ്. പിന്നെ ഏതാണെന്ന് വെച്ചു. പൈസയാണ്. പിന്നെ ഏതാണ്? ആ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സാണ്. ഇനി ഏതാന്ന് വെച്ചു. ആരോഗ്യമാണ്. പിന്നെയാന്ന് വെച്ചു. പിന്നെ ആയുസാണ്. അങ്ങനെ 5 എണ്ണയപ്പോ പറഞ്ഞ സ്റ്റോപ്പ് അവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യത്തിന് 5 മറുപടികൾ പറഞ്ഞു. 5 എണ്ണം പറഞ്ഞു സ്റ്റോപ്പ്, ഞാൻ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇനി ഇതെല്ലാം കൂടി ഒന്നാക്കി ഒന്ന് പറയും. ഞാൻ അപ്പൊ എന്നോട് ഇങ്ങനെ കുറെ ചോദിക്കുക, അതിനൊക്കെ ഇങ്ങനെ മറുപടി പറയാം. അത് അറ്റല്ലാതെ അങ്ങനെ പോകും. നിനക്ക് അള്ളാഹു നിനക്ക് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒറ്റ ഗുളികയായിട്ട് തരണം. ഒറ്റ മറുപടി. അതെങ്ങനെ പറയാൻ? തഖ്വയാണ്. നോമ്പ് എന്തിനാ? തഖ്വക്ക് വേണ്ടിയാ. നോമ്പ് മർമ്മത്ത് കൊണ്ടാൽ എല്ലാമായി നടത്താം. ദുന്യാവുമായി ആഹുറായി. സുമൂ തസിഹു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോമ്പോറ്റോളി, എന്നിട്ട് ആരോഗ്യവാന്മാരായിക്കോളി. ഹിദായത്ത് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആരോഗ്യമാണ്. അതാണല്ലോ കുനൂത്തിലമ്മില് അല്ലാഹു മഹ്ദിനി ഫിമൻ ഹദൈനാണ്ട്. പിന്നെന്താ? വആഫിനി. ഹിദായത്ത് കഴിഞ്ഞ ഉടനെ ആരോഗ്യത്തിന്റെ വർത്താനാ പറയണത്. ഇത് രണ്ടും നോമ്പോണ്ട് കിട്ടും. ഹിദായത്ത് നിലനിൽക്കും ചെയ്യും, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും. അതാണ് വെള്ളിയാഴ്ചയിൽ എല്ലാരും ഒരുമിച്ച് കൂട്ടുകയാണ്. ഗ്രാമവാസികളെ മുഴുവനും വിളംബരം ചെയ്ത് അനൗൺസ് ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടുകയാണ്. അള്ളാഹ് പറയും ചെയ്ത്, വിളിച്ചാ ഉടനെ പോയിക്കൊണ്ട്. ഇതാ നൂദി അലി സ്വലാത്തും യോമിൽ ജുമുഅ ഫസ്അ ഇലാ ദിക്രില്ലാ. വിളിച്ചാ ഉടനെ പോയിക്കൊണ്ടിന്ന് അള്ളാഹ് പറഞ്ഞു. എന്നിട്ട് എന്താ പ്രധാനപ്പെട്ട പരിപാടി? ഊസയിക്കും ബി തഖ്വല്ലാഹ്. ഈ സംഗതിക്ക് ആളുകളെ ഉണർത്തുകയാണ്. ഊസയിക്കും ബി തഖ്വല്ലാഹ്. അതിന്റെ യുസാണെന്ന്. ഊസയിക്കും ബി തഖ്വല്ലാഹ്. അതിനെ വാള പിടിച്ചിട്ടാ പറയും. അതിലൊക്കെ വലിയ തത്വങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ അങ്ങോട്ടൊന്നും പോകണില്ല. യുസൈക്കും ബി തഖ്വല്ലാഹ്. മിഹ്റാബ്, ഇത് ഹർബ് എന്ന് വന്നതാണ്. മിഹ്റാബ്, ഹർബ്. അതിന്റെ ഉൾഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നു. അപ്പോ അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഉസൈക്കും ബി തഖ്വല്ലാഹ്. ആ തഖ്വയെ സമാർജിക്കാൻ വേണ്ടിയുള്ളതാണ് നോമ്പ്. ആ തഖ്വയെ സമാർജിക്കാൻ വേണ്ടിയുള്ളതാണ് ജുമുഅ. ആ തഖ്വയെ സമാർജിക്കാനാണ് എല്ലാ അമലുകളും. തഖ്വയിൽ നിന്ന് കാലിയായ ഒഴിവായ അമലുകൾ റൂഹില്ലാത്ത ജീർണിച്ച ജഡം പോലെയാണ്. നമ്മുടെ നോമ്പ് ഇപ്പോ 8 9 ഞമ്മളിപ്പോ 9 കണക്ക് കൂട്ടുന്നത് 9 പോയല്ലോ എന്നുള്ള ആൾക്കാർ. ചില ആൾക്കാർ 9 കണക്കൂട്ടല് 9 ആയല്ലോ, ഇനി 21 ഉള്ളൂ എന്നുള്ള ആൾക്കാർ. അത് നമ്മളിപ്പോ ഏത് നിലക്കാ കണക്കൂട്ടണമെന്ന് നമ്മൾ ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. റമദാൻ മാസം കാണാൻ കുറെ പ്രയാസമാണ്. മേപ്പെട്ട് കാര്യം നോക്കില്ല. ശവ്വാലിന്റെ ആ സമയം വരുമ്പോ എല്ലാരും മേപ്പെട്ട് കണ്ടിട്ട് പോയില്ല. എങ്ങനെയാണ്? ഏതായാലും ഇത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകണമെന്ന് പറയുന്നത്. എന്നപ്പോ മാസം കണ്ടു. ഇതിപ്പോ 9 അയക്കണമെന്ന് പറയുന്നത്. ഇനിയിപ്പോ ആകെ ഒരു 21 ദിവസം ദാ ചൂടപ്പം പോലെ പോകുന്നു. ഇതൊരു മിന്നൽ പിണറ് പോലെ പോകും. പോയി കഴിഞ്ഞാൽ ആകെ കയ്യമലർത്തിയിട്ട് കാര്യമില്ല. ഒരുങ്ങാനുള്ളവരിപ്പോ ഒരുങ്ങാനുള്ള സമയമുണ്ട്. റഹ്മത്തിന്റെ 10 അത് കഴിഞ്ഞാലും റഹ്മത്ത്. മഗ്ഫിറത്തും റഹ്മത്ത് തന്നെയല്ലേ. റഹ്മത്തില്ലാതെ മഗ്ഫിറത്ത് ഉണ്ടാവും. അല്ല, ഇതൊരു സ്പെഷ്യൽ റഹ്മത്താണ്. കോരി കൊടുക്കണ ആളെ നോക്കണില്ല. എന്തെങ്കിലും ഒരു നന്മ കൊളുത്തിയണോ ഓനങ്ങട്ട് നരകത്ത് നിന്നാണ്ട് കഴിച്ചിലാക്കിട്ട് സ്വർഗത്തേക്ക് ചവിട്ടണേ. അത് ഇത്ര തീവ്രമായിട്ട് ഇനി ഉണ്ടാവില്ല. അതിന് 1-2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. റഹ്മത്ത് നന്നായി ചോദിക്കുക. റഹ്മത്തിന് സഹായകമായ അമലുകൾ നമ്മൾ ചെയ്യും. അതാണ്
റഹ്മത്തിന് സഹായകമായ അമല് ചെയ്യും. അള്ളാഹു റഹ്മാനാണ് റഹീമാണ് നമ്മൾ അർത്ഥം വെക്കണെന്തിനാ? നമ്മളും അങ്ങനെ ആവാനാണ്. അള്ളാഹ് റഹ്മാനാണെങ്കിൽ നമുക്ക് ആ സ്വഭാവം ഉണ്ടാവണം. എന്താ റഹ്മാന്? തെറ്റ് ചെയ്ത ആളുകൾക്കും ഗുണം ചെയ്ത ആളുകൾക്കും അനുഗ്രഹം ചെയ്യുന്നതിൽ വിവേചനം ചെയ്യാത്ത ആള്. ഒരുപോലെ എല്ലാവർക്കും കൊടുക്കുന്ന അർത്ഥമല്ല. അങ്ങനെ ചിലർ അർത്ഥം വെക്കുക. ചില സമയത്ത് അബദ്ധത്തിലാവും. ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇന്നലെ നോമ്പ് തുറന്നുകൊണ്ട് നിങ്ങൾ നോമ്പ് തുറക്കണ്ടേ? ഞാൻ ഇന്നലെ നോമ്പ് തുറന്നുകൊണ്ടാണ്. ഞാൻ ഇന്നലെ മട്ടനാ കൂട്ടി, നിങ്ങളോ മീൻ കറി. അപ്പൊ ഒരുപോലെ അല്ലല്ലോ. മൂപ്പർക്ക് മീനും എനിക്ക് മട്ടനും. അപ്പൊ ഒരുപോലെ അല്ലല്ലോ. അപ്പൊ അതിനിങ്ങനെ അർത്ഥം വെച്ചാൽ കുറച്ച് വൃത്തിയാവും. നന്മ ചെയ്യുന്ന ആളുകൾക്കും തിന്മ ചെയ്യുന്ന ആളുകൾക്കും കൊടുക്കണയില് വിവേചനം കാണിക്കില്ല. അത് അള്ളാന്റെ രീതിയാണ്. അള്ളാന്റെ രീതിയാണ്. ഞാൻ ഒരിക്കലും ഒരു യുക്തിവാദിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ അള്ളാനെ പച്ചക്ക് വിമർശിക്കണം. ഞാൻ അതിന് മറുപടിയും പറയാം. അതിനിടക്ക് അയാൾ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കി തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ടോന്ന്. കാരണം അള്ളാനെ വിമർശിച്ചിട്ട് അള്ളനെ പോയി വെള്ളം കൊടുത്തും തൊണ്ടയ്ക്ക് ഇറക്കണത് ഒരു കുഴപ്പമില്ല. അള്ളാനെ പച്ചക്ക് പരിഹസിക്കുക, എന്നിട്ട് അള്ള വെള്ളം കൊടുക്കുക ദാഹിക്കുമ്പോ. ഇതിനേക്കാളും വലിയ റഹ്മാനിയത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അള്ളാനെ പച്ചക്ക് പരിഹസിക്കുക, എന്നിട്ട് വിശക്കുമ്പോ അള്ളാഹു തആല ഭക്ഷണം കൊടുക്കുക. അള്ളാനെ പരിഹസിക്കുന്നതിനിടയിൽ അയാൾ ശ്വാസം വിടുന്നുണ്ട്. ഒരു ശ്വാസം എങ്ങാനും അള്ള പിൻവലിച്ചാൽ പിന്നെ പരിഹസിക്കാൻ പറ്റുമോ? മൂസാ നബി ഒരിക്കൽ ഗതി കെട്ടിട്ട് അള്ളഹാനോട് പറഞ്ഞു, പടച്ചോനെ ദഅവത്ത് മുടക്കണം റബ്ബേ. നിന്റെ മാർഗത്തിൽ ഞാൻ ദഅവത്ത് ചെയ്യുമ്പോ അതിനെ മുടക്കാൻ വേണ്ടി എന്നെ പച്ചക്ക് തിന്നുന്ന പരിഹസിക്കുന്ന വിമർശിക്കുന്ന ആളുകളുണ്ട്. അവരെ നീ ആണ്ട് കൈകാര്യം ചെയ്ത ആളെ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, അത് കുറച്ച് ഓവറായി. നിങ്ങളത് പറയാൻ പാടില്ല. ആ റഹ്മാനായ റബ്ബിന്റെ ഒരു റഹ്മത്ത് നോക്കാൻ നിങ്ങളത് പറയാൻ പാടില്ല. നിങ്ങളെ വിമർശിച്ച് പരിഹസിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഷോക്ക് അടിച്ചില്ലേ? ഇവരെ എന്നെ വിമർശിക്കാൻ തുടങ്ങിയിട്ട് കാലെത്രയായി? ഞാൻ വെള്ളം മുടക്കിയോ? ഞാൻ അന്നം മുടക്കിയോ? അത് ശരി, നിങ്ങളെ തട്ടിപ്പ് നിങ്ങൾക്ക് പൊള്ളി. എന്നിട്ട് ഐറ്റങ്ങളൊക്കെ ചാമ്പാൻ പറയാം. മേലാൽ പറയരുത്. എന്താണ് അതിന്റെ കടുപ്പം? ഈ റഹ്മത്തിന്റെ കടുപ്പ് എത്ര? ഫിർഔനൊന്ന് തകരാൻ മൂസാ നബി ഇതായിരുന്നു. ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. 40 കൊല്ലം അല്ല തൊട്ടില്ല. ദ്വാരക്കണ നബി ആമീൻ പറഞ്ഞു നബി. അല്ലാതെ ദ്വാരക്കണ പുത്തന്തൂരിലെ ഇമാം ആമീൻ പറഞ്ഞ് ഉറങ്ങി തോന്നണ കുറച്ച് മുത്താലിമീങ്ങളും അല്ലല്ലോ. ദ്വാരക്കണത് നബി, ആമീൻ പറഞ്ഞതോ നബി. അല്ല 40 കൊല്ലം തിരിഞ്ഞു നോക്കില്ല. അത് ഓർന്നോട്ടെന്ന് വിചാരിച്ചു. ആരെ? ഞാനാണ് വലിയ പടച്ചോനെന്ന് പറഞ്ഞാൽ. അവസാനം അല്ലാഹു തആല പുഴയിലിട്ടിട്ട് ചാമ്പി, കടലിലിട്ടിട്ട് ചാമ്പി. ആ സമയത്ത് മൂസാ നബിനോട് അള്ള പറഞ്ഞൊരു വർത്താനുണ്ട്. അതാണ് നിങ്ങളോട്. ഇത് റാസിമ ഉദ്ധരിച്ചാണ്, ഞാൻ വെറുതെ പറയല്ല. റാസിമ ബിസ്മിയുടെ തഫ്സീറിൽ ഉദ്ധരിച്ചതാണ്. അല്ലാഹു തആല പറയാണ്, മൂസ അയാളെ വീടിന്റെ ഗേറ്റിങ്ങല് എന്റെ റഹ്മാൻ റഹീം എന്നുള്ള സിഫത്തുകൾ അയാളെ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്മുകൾ അവരെ എഴുതി വെച്ചിട്ടുണ്ട്. അയാളെ എഴുതി വെച്ചിട്ടുണ്ട്. അയാളെ വീടിന്റെ ഗേറ്റിൽ എന്റെ പേര് റഹ്മാൻ എന്നുള്ള പേര് തൂങ്ങുമ്പോ ഞാൻ എങ്ങനെ അയാളെ അദാബിലാക്കുക? കൽബിലല്ല, ഗേറ്റിങ്ങല്. കൽബിലാണെങ്കിൽ അള്ള തൊടൂലെന്ന് ഉറപ്പല്ല. അയാളെ കൊട്ടാരത്തിന്റെ ഗേറ്റിങ്ങല് അയാൾ മര്യാദക്ക് നടന്നിരുന്ന ഒരു കാലുണ്ട്. അന്ന് തൂക്കിയതാണ്, പിന്നെ പോയിട്ടില്ല. അപ്പൊ ഇയാൾ എല്ലാ കുലുമാലും ഉണ്ടാക്കുമ്പോഴും അള്ള നോക്കുന്നത് ഗേറ്റിങ്ങ തൂക്കണ റഹ്മാൻ എന്നുള്ള ഇസ്മുക്കാണ്. അത് അവിടെ തൂങ്ങുമ്പോ ഞാൻ എങ്ങനെ ഇയാളെ ചാമ്പെന്ന് വെച്ചു. അപ്പൊ പിന്നെ കടലിട്ട് മുക്കിയതോ അത് അവിടെ നിന്ന് കീറിപ്പോയപ്പോഴാണ്. അതുവരെ അള്ള തൊട്ടില്ല. അങ്ങനെ ആകുമ്പോ ഇതൊക്കെ കൽബ് കയറി കൂടിയ അള്ളാന്റെ റഹ്മത്ത് എത്ര ആയിരിക്കും നമുക്ക് കിട്ടുക? ഗേറ്റിങ് തൂങ്ങിയപ്പോഴാണ് അത് നേരാണ്ട് കൽബിക്ക് ഇറങ്ങിയാല് ഓം വലിയ രാജാവല്ലേ? അള്ളാന്റെ റഹ്മത്തില്ലെങ്കിൽ ഒരു സെക്കൻഡ് പിടിച്ചിക്കാൻ പറ്റുമോ? ദുനിയാവ് പറ്റുമോ? ആഖിറത്ത് പറ്റുമോ? നോമ്പറക്കുമ്പോ എല്ലൊന്ന് കുടുങ്ങിയാ പോരെ? ചങ്കില് കഴിഞ്ഞില്ലേ? നോമ്പറക്കണമത്ത് എല്ലൊന്ന് കുടുങ്ങിയാ കഴിഞ്ഞില്ല. കുടുക്കാൻ അള്ളാഹ് കഴിയില്ല. ഈ രണ്ട് കുഴലുകളാണ്. ശ്വാസനാളം അന്നനാളം അടുത്തടുത്താണ്. ശ്വാസനാളം അന്നനാളം തൊട്ടടുത്താണ്. ഓരോന്ന് വിഴുങ്ങുമ്പോഴും ഡോറ് തുറക്കുക പൂട്ടുക, ഡോറ് തുറക്കുക പൂട്ടുക, ഡോറ് തുറക്കുക പൂട്ടുക. ഇങ്ങോട്ട് ഇറങ്ങിയാൽ മരിക്കും. തൊട്ടടുത്ത് ഡോക്ടർമാരോട് വെച്ചോക്കൂ. തൊട്ടടുത്ത് ഈ സൗണ്ട് എങ്ങനെ 2 നരമ്പ് തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. അങ്ങനെ സൗണ്ട് വരുന്നു. അവിടെ സ്ക്രാച്ച് വീണാ കഴിഞ്ഞ്
അവിടെ ഒരു പുണ്ണ് വന്നാൽ കഴിഞ്ഞോ. എത്ര ആൾക്കാർ വോയിസ് വരാതെ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുന്ന പ്രഭാഷകന്മാരെ എനിക്കറിയാം, വോയിസ് വരൂല. എത്ര പാട്ടുകാര് ഇതിന് തകരാറെന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഇനി ഇത് വരുന്നത് എവിടുന്നാ? തലേന്നല്ലല്ലോ ഇത് വരുന്നത്. ഇതിങ്ങനെ അള്ളുണ്ടാക്കണ്ടേ. ഞാനിപ്പോ രണ്ടോ മൂന്നോ ക്ലാസ് അങ്ങ് എടുക്കേണ്ട ഒരു ദിവസം, ഇത്ര തിരക്കുകൾക്കിടയിൽ. ഈ വിഷയങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ എവിടെ വായിച്ചത്, മുത്താല ചെയ്തത്, റഫർ ചെയ്തത്, ചിന്തിച്ചത്, ആ വസ്തുതകൾ ആശയങ്ങളാകുന്നു, ഭാഷയാകുന്നു, ഭാഷ പദങ്ങളാകുന്നു. പദങ്ങൾ നാവിന്റെ തുമ്പത്ത് വരുന്നു, നാവിന്റെ തുമ്പത്ത് നിന്ന് ക്രമേണ പുറത്തു വരുന്നു. ക്രമം തെറ്റി ഞങ്ങൾ ഒരു മരുന്ന് മാറി കുടിച്ചു എന്ന് പറയും. ക്രമേണ പുറത്തു. അപ്പൊ ഈ ഓരോ സെക്കൻഡിലും ഈ വോയിസിന്റെ പിറകിൽ റബ്ബ് തആല എനിക്ക് ചെയ്തിരുന്ന അനുഗ്രഹങ്ങൾ എണ്ണാൻ കഴിയോ? വൈൻ തഅതു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. അവിടെ ഏകവചനാക്കിയിട്ടാ പറഞ്ഞത്, നിഅമല്ലാന്നല്ല. വൈൻ തഅതു നിഅമത്തല്ലാഹ്, നിഅമല്ലാന്നല്ല. അള്ളാന്റെ നിയമത്തുകൾ ഒക്കെ കൂടി എണ്ണി ഞങ്ങളെ തല പുണ്ണായി പോകും. ഒന്നെടുക്ക്, ആ ഒന്നിന്റെ ആഴവും പരപ്പും നീ കണക്ക് കൂട്ടിയാൽ എത്തൂല. ഒന്നിന്റെ. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ ചില തഫ്സീറിൽ കാണാം, ആ ഒന്ന് എന്നത് കൊണ്ടുള്ള വിവക്ഷ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെയാവും? വൈൻ തഅദ്ദു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താകുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഔന്നത്യം നീ എണ്ണാൻ തുടങ്ങിയാൽ എവിടെ എത്തൂല. കാരണം ബാലഗൽ മുത്തഖഫിയോ സാഫിഹി ഫമാ ബലാ ബാലിഗുൻ മിശറമാഉ തീബിമാ ഫിൽ മാലിബാ. ഞാൻ ആ തഫ്സീറിലേക്ക് ഇപ്പൊ പോകുന്നില്ല. പക്ഷെ വെള്ളിയാഴ്ച ആണല്ലോ, സ്വലാത്തിന്റെ ദിവസം കൂടിയാണ്. ആ ഹബീബ അഷ്റഫുൽ ഖൽഖിന് ധാരാളം സ്വലാത്ത് അല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടുകൂടി സൂറത്തുൽ ഗഫിന്റെ കാര്യം മറക്കരുത്. ഒരു 150 മഹത്വങ്ങൾ സൂറത്തുൽ ഗഫിന്റെ കസാരിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞിട്ട്, കസാരിയും കൂടി മാറിയിട്ടുണ്ടാവില്ല, കസാരിയിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ മാറി മാറി പറയല. ഇന്ന് വേറൊന്ന് പറഞ്ഞു. ഇത് ഇബ്നു ദഖീഖുൽ ഈദ് എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്. അവര് പറഞ്ഞതായി ഇബ്നു ഹജർ അവിടുത്തെ ദുററുൽ കാമിന എന്ന ഗ്രന്ഥത്തിന്റെ 5ാം വോള്യത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ഈ പറയുന്നത്. അവര് പറയാണ്, അവരുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. മരിച്ചപ്പോ മഹാനവറുകൾ ഇബ്നു ദഖീഖുൽ ഈദ് അവരെ കിനാവുണ്ട്. അമ്പിയാക്കളെ കിനാവ് ഓക്കെ, സംശയിക്കാൻ പാടില്ല, ഫ്രഷാണ്. അമ്പിയാക്കളുടെ പ്രകാശം കിട്ടിയ യഥാർത്ഥ ആലിമിന്റെ കിനാവും ഭയങ്കര കിനാവാണ്, അത് പഴക്കൂല. അതിൽപ്പെട്ട മഹാനാണിത്. നബിയല്ല, വലിയ മഹാനാണ്. അപ്പൊ അവര് കണ്ടതാ ആ ചെറുപ്പക്കാരനെ മരിച്ചതിന് ശേഷം കിനാവുണ്ട്. നമ്മളൊക്കെ കാണലില്ലേ? നിങ്ങൾ മരിച്ചൊരു കിനാവല്ലേ? ഞാൻ കാണലുണ്ട്. ഞാൻ എന്റെ അമ്മാനെ ഇടക്കിടക്ക് കാണുന്ന ആളാണ്. അപ്പൊ ഈ നോമ്പിന് എന്റെ അമ്മാനെ ഞാൻ കണ്ടു. അപ്പൊ ഉണ്ട് ഒരു ദിമ്മ കുത്തിയിട്ട് എനിക്ക് നോമ്പറക്കാൻ വത്തക്കയറുന്നു. ഉമ്മാന്റെ കുട്ടി നോളിന്ന് പറയുന്നത്. ഞാൻ കിടന്നുറങ്ങാണ്, ഉമ്മ എനിക്ക് വത്തക്കയറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് എന്തോ എടുത്തപ്പോ കത്തി എടുത്തിട്ടാണ് കുത്തിയത്. ഇന്നല്ല, ചിലപ്പോ ദിമ്മ കൊളത്തായിട്ട് കത്തി എടുത്തുകാണ്ട് പൈനാപ്പിൾ കുത്തിയിട്ട് ഇനി ഇതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ കത്തിയാണ്. അത് ഞാൻ ഉണർന്നു. അങ്ങനെ ഉണ്ടായി. എന്ത് ഇനിയിപ്പോ ഇപ്പൊ അത് പറഞ്ഞു കുടുങ്ങിയ പഠിച്ചോനെ. നാലുങ്ങൾ ഉമ്മ വന്നിട്ട് കിനാവില് കത്തിയെടുത്ത് കുത്തിയില്ലേ എന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ ഫ്രൂട്ട് തന്നതാ പറഞ്ഞ, അല്ല ഇന്നെ കുത്തിയിട്ടൊന്നുമില്ല. നമ്മളെല്ലാരും മരിച്ചവരെ കാണലില്ല, അതിനിപ്പോ എന്താ കുഴപ്പമുള്ളത്? അപ്പൊ മഹാനവറുകൾ മരിച്ചുപോയ കുട്ടിനെ കണ്ടു. ഭയങ്കര രീതിയിൽ കണ്ടപ്പോ ചോദിച്ചു, അല്ല കുട്ടി, ഈ മഹാന്മാരൊക്കെ മരിച്ചവരെ കണ്ട ഉടനെ ചോദിക്കല് എന്തുണ്ട് സക്രാത്തിന്റെ ഹാല് എന്നൊക്കെ ചോദിക്കല്. അവ ചോദിച്ചു, എന്തൊക്കെ എന്റെ മരണവിവരം എന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ മഹാനോട് പറഞ്ഞു, ഖബറിലാണ്ട് കിടന്നപ്പോ ഒരു ഭീകരമായ അവസ്ഥയിൽ ഒരു നായം കണ്ട് കടിച്ച് തിന്ന ഓടി വന്നു. ആ പലതും ഖബറിന്റെ അടി പോലെ വിവരം അറിയുള്ളൂ, പല സാധനം അവിടെ പൊന്താണ്ട്. ഇപ്പൊ നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു വീഡിയോ ഉണ്ട്, ഒറിജിനൽ ഉസ്താദെ, എവിടെ കുഴിച്ചാലും പാമ്പിനെ കാണാം. ഇവിടെ നിന്ന് നിങ്ങളെ വെച്ചേ, ആരാ ഒരാളിനോട് വെച്ചാൽ എവിടെ കുഴിച്ചാലും പാമ്പിനെ കാണാം. അതിന് നിങ്ങളാ അത് മമ്മൂട്ടിയാക്കാനെ പിടിച്ചാൽ മതിട്ട്, അവിടെയാണ് സനത് ഉള്ളത്, എന്റെ അടുത്തില്ല, മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ട്, അത് ഹദീസിലുണ്ട്. മൈക്കാണ്ട് വെച്ചേരണോ? ശരി, അല്ലെ വാക്ക് മുമ്പ് പറഞ്ഞോളൂ വിചാരിച്ചു. അപ്പൊ മമ്മൂട്ടി മുമ്പരോട് ചോദിച്ചാൽ മതി, ഇങ്ങനെ വിളിക്കണ്ട, മുമ്പരോട് ചോദിച്ചാൽ മതി. നീ ആളെ എവിടെയാ നോക്കണം, മുമ്പരന്റെ കൈ ഒന്ന് തിരിച്ചു മുമ്പരാന്ന് പറയും, അല്ലെ ഞാൻ പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് ഹദീസുണ്ട്. ആണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് പോയിരുന്നു, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചപ്പോ ഇയാളെ എവിടെ കബർ വെച്ചാലും പാമ്പ്, 5 കബർ വെച്ചാൽ 5 പാമ്പ് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക. എന്താ ഞങ്ങള് കാട്ടേണ്ടി, കാട്ടിൽ കയറിയണമെന്ന് വെച്ചു.
കാട്ടുകൊന്നും അറിയണ്ട, നിങ്ങൾ കബർ വെച്ചിട്ട് ആ പാമ്പിനെ മെയിൻ്റെ ചെയ്യണ്ട, മയ്യത്താണ്ട് താത്തിയിട്ട് പൂട്ടിട്ട് പോയിക്കൊള്ളുന്നത്. ആ പാമ്പ് എല്ലായിടത്തും ഉണ്ടാവും, അയാളെ കയ്യിലിരിപ്പാണ്. അപ്പൊ ഒരു അഞ്ചാളും പറഞ്ഞു അത് ഞങ്ങളെ മേയ്ക്കൂല, കാരണം ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഈ ഭാഗത്തുള്ള ആളാണ്, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഈ ഭാഗത്തുള്ള ആളാണ്, അതുകൊണ്ട് ആ കയ്യിലിരിപ്പാന്ന് പറഞ്ഞാൽ നമ്മളെ മേയ്ക്കൂല. അതെനിക്കറിയില്ല, ആ പാമ്പ് മൂപ്പരെ കയ്യിലിരിപ്പാണ്, മൂപ്പരെ ജീവിതത്തിൽ ഒരു ബർക്കത്തരാണ് എന്ന്. അപ്പൊ ഇവര് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യനോട് പോയി ചോദിച്ചു, ഞങ്ങളെ നോട്ടത്തിൽ എപ്പോഴും പള്ളിയിൽ സജീവ്, ആള് റെഡിയാണ്, പക്ഷെ എന്താ എന്റെ ഭർത്താവിന്റെ കുഴപ്പം, ഇങ്ങനെയൊക്കെ എന്റെ ഭർത്താവ് കച്ചവടക്കാരനല്ലോ, അപ്പൊ ഇയാൾ ഈ ഗോതമ്പ് വിൽക്കണ ആള്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, തൂക്കം കൂടാൻ വേണ്ടിയിട്ട് ഗോതമ്പത്തിന്റെ ധാന്യത്തിന്റെ ഇടയിൽ കുറച്ച് ചേരല് വാരിയിട്ട് രണ്ടും കൂടി തൂക്കി കൊടുക്കല്. ഇത് രണ്ടും ആണെങ്കിൽ തിരിച്ചറിയില്ല, അതാണ് ആ പാമ്പ്. അതാ കച്ചവടക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നല്ല, കച്ചവടക്കാർ മാത്രമല്ല പ്രവാചകന്മാരും ശ്രദ്ധിക്കണം. കാരണം കുറെ പ്രവാചകന്മാർ നരകത്തിലുണ്ട്, നദീത്തിലുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് വിഷയം വളരെ ഗൗരവമാണ്. എന്നാ ഇതൊക്കെ മനുഷ്യന്മാരെ അടുത്ത് വരുന്ന അള്ളാഹ്ക്കറിയാം. അതിനാണ് അള്ളാഹു താല റഹ്മത്ത് അങ്ങോട്ട് തുറന്നിട്ടിട്ട് മഗ്ഫിറത്ത് അങ്ങോട്ട് പരത്തിയിട്ട് ഇത്തുക്കിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതിന് വേറെ റമദാൻ. ഇവിടെ പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എവിടെയും പിടുത്തം കിട്ടില്ല. അപ്പൊ കച്ചവടത്തിൽ കുറച്ച് മായങ്ങളും വ്യാജ രീതിയൊക്കെ വന്നോ, കുഴപ്പമില്ല. മാനം പൊട്ടിയാണ് കരഞ്ഞ കണ്ണീരോണ്ട് തീരാത്ത ഒരു പരിപാടിയില്ല. അള്ളാനെ ഓർത്തുകൊണ്ട് കരഞ്ഞവൻ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ കടക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ കരയാതെ എപ്പോഴാ കരയാ? ഇനി 21 വയസ്സുണ്ട്. ആ 21 വയസ്സിനിടയിൽ ഒരു രാത്രിയോ പകലെങ്കിലും പൊട്ടിക്കരയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കരയില്ല എന്ന് പറയില്ലേ, വെറുതെ പറയാണ്, കരയും. നമ്മളെ മനസ്സിക്ക് ഒരു സാധനം കുടുങ്ങിയ കരയും. ചിലര് പറയും എന്റെ കണ്ണിന് കണ്ണീര് വരില്ല, അത് വെറുതെ പറയണേ. ഞാൻ ഇത് പറയുമ്പോ തമാശയിൽ ഒരു ഹജ്ജിന് പോണ അമീറിനെ ഓർക്കാണ്ട് ഞാൻ എന്റെ 1-2 പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിന് ക്ഷമിക്കണം. അയാള് എന്നോട് പറഞ്ഞ് അയാളോട് സമ്മതം വാങ്ങിയിട്ട് ഞാൻ പറയണ്ട, പേര് ഞാൻ പറയില്ല. സമ്മതം വാങ്ങിക്കണേ ഞാൻ എല്ലായിടത്തും പറയും, നിങ്ങൾ പേര് പറയില്ല. മഞ്ചേരിക്കാരനാണ്. അയാള് പറഞ്ഞേ, റഹ്മാന് ഞാൻ ഹജ്ജ് ക്ലാസ് എടുത്ത് കുടുങ്ങിയാണ്. എന്തേന്ന് വെച്ചു, ഇയാള് ഹജ്ജ് ക്ലാസ് പക്ക നാടന്മാരല്ലേ, ഒരു കാബം കാണാത്തവരല്ലേ, ഇയാൾ ഇടക്കിടക്ക് പോയി കാണുന്ന ആളാണ്. അപ്പൊ ഇയാള് പറഞ്ഞു, കാബം കണ്ടിട്ട് കരയാത്തവന്റെ കണ്ണല്ല, ഈമാൻ അല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആൾക്കാരെ ക്ലാസ്സിൽ തന്നെ കരയാൻ തുടങ്ങി. ഇയാള് കരയണില്ല. ആൾക്കാർക്ക് ഒരു നോട്ടുണ്ട്, പറഞ്ഞോ ചെയ്യണ്ടോന്ന് ഇങ്ങനെ നോക്കും. ഇയാൾക്ക് കണ്ണീര് വരണില്ല. അപ്പൊ തന്നെ ആൾക്കാർ നോട്ട് ചെയ്തിരിക്കണു, ക്ലാസ് ഭാഗത്തിലല്ല, കാരണം കുറച്ചെങ്കിലും കരയുണ്ട്. ഇയാൾക്ക് കരച്ചിൽ വരണില്ല. അപ്പൊ കുറച്ച് നല്ല രോഗിയുള്ള ആളുകൾ മുമ്പേ വളഞ്ഞിട്ട് ചോദിച്ചു, അല്ലോ ഉസ്താദെ ഞങ്ങളൊക്കെ കരഞ്ഞു, നിങ്ങൾക്ക് എന്തെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് ചൂടായി, ഞാൻ കാബം കണ്ടിട്ട് കരയണ വർത്താനല്ല പറഞ്ഞ, അല്ലാതെ എയർപോർട്ടിൽ നിന്ന് കരയണ വർത്താനം. അപ്പൊ ആൾക്കാരെ ചിന്നഞ്ഞ് കാബം കണ്ട പൂർത്തം വിട്ട കരച്ചിലായിരിക്കും. കാബത്തിന്റെ അവിടെ എത്തിയപ്പോ ആൾക്കാര് ദ്വാരക്ക അങ്ങനെ പിടിച്ചപ്പോ കയ്യിക്ക് വെള്ളം ഇങ്ങനെ വീഴുക, ഇയാളെ കയ്യിക്ക് ഇയാളെ വേർപ്പും, കാരണം വെള്ളം വീണില്ല. ആ മാലില് 3-4 ആൾക്കാരും കൊണ്ടുപോയിട്ടുണ്ട്. അവര് ചോദിച്ചു, അല്ല ഉസ്താദെ നിങ്ങളിപ്പോ കാബം കണ്ടപ്പോഴും നിങ്ങൾക്കത് നോക്കിയെടുക്കലാ വേണ്ടി. ഇയാൾക്ക് കണ്ട് പ്രസവം കളിക്കുന്നു. അവസാനം ഇയാളിനോട് പറയാ, പുടുത്തം വിട്ട കരച്ചിലും ഒരു കരഞ്ഞു. എപ്പോഴും അറിയാം, കൂട്ടത്തിൽ ആരോ കൊടുത്ത 400 റിയാൾ ഇയാള് പേഴ്സിൽ വെച്ചിരുന്നു. അത് 3-4 പെണ്ണുങ്ങൾ കൂടി കൊടുത്തായിരുന്നു. അത് ത്വാഫിന്റെ അടിയിൽ പോക്കറ്റ് അടിച്ചു. അപ്പൊ ഇയാൾ മനസ്സിലാക്കി തട്ടി. അതിലെ വാഫിന് ശേഷമുള്ള നിക്കാരത്തിന്റെ ശേഷം ഇയാൾ പഠിച്ചോൻ ആകെ ഒരു 400 റുപ്യ കയ്യിലുണ്ടായിരുന്നു. കരഞ്ഞു. അപ്പൊ അതാണ് മനസ്സൊക്കെ കുടുങ്ങിയ കരയും, ഉറപ്പാണ്. ഏത് കാര്യം അങ്ങനെ. ഒരു സ്ഥലത്ത് ഒരാള് കടയിലേക്ക് വന്നു. അപ്പൊ ഈ കടയിൽ നിന്ന് സാധനം പൊഴിഞ്ഞു, ഈ മനസ്സിൽ കയറുന്നതിന് ഉദാഹരണം പറയാണ്. ഈ കടയിൽ നിന്ന് സാധനം പൊഴിഞ്ഞു കൊടുക്കണ ഒരാളെ മോന് ഗൾഫിൽ ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്. ഇയാളുടെ വിവരം എന്താ അറിയങ്ങള്, നമ്മളെ നാട്ടിലൊരു കുട്ടി ആക്സിഡന്റിൽ മരിച്ചു എന്നാണ് വിവരം. അതിന്റെ മോനാന്നറിയില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിൽ തട്ടണേന് ഉദാഹരണം പറയാം. അപ്പൊ അയാളെ കടയിലേക്ക് ഒരാൾ വന്നു, അദ്രാമന ഒരു 5 കിലോ പഞ്ചസാര തൂക്കി കൊടുത്തു. അപ്പൊ ഇയാൾ പറഞ്ഞു, മരിച്ചത് അറിഞ്ഞില്ലേ? ആ എന്താലേ, ഓരോ കുട്ടികൾ, ഇയാളെ മോനാന്ന് അറിഞ്ഞില്ല, ഓരോ കുട്ടികളും മരണേ, ചെറുപ്പക്കാരനാണല്ലേ, ആരാ മോനാ? അപ്പോൾ അയാൾ പറഞ്ഞില്ല. പഞ്ചസാര ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട്, തക്കാളിയും തൂക്കി കൊടുത്തു, ഉള്ളിയും തൂക്കി കൊടുത്തു. പിന്നെ ചോദിച്ചു, മരിച്ചേ ചോദിക്കാനിട്ടില്ലേ? ആടോ, നമ്മളെ നാട്ടിൽ ചെറുപ്പക്കാരൻ മരിച്ചു, ഞാൻ അറിഞ്ഞണല്ലോ, മനസ്സ് തട്ടില്ല കേട്ടോ, അതൊക്കെ തൊള്ളോണ്ടല്ലോ. അപ്പൊ ഇയാൾ ലാസ്റ്റ് പറഞ്ഞു, അദ്രവനെ ക്ഷമിച്ചോ, അതെന്റെ മോനാന്ന് പറഞ്ഞു. പിന്നെ പൈസയും വേണ്ട, കസാരില്ല, അപ്പൊ മനസ്സ് തട്ടി.
ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മനസ്സ് തട്ടണോ തട്ടാത്തോ രണ്ടാന്നുള്ള ഉദാഹരണം പറഞ്ഞു. എനിക്കൊരറിവുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാതെ പുറത്തിറങ്ങിയാൽ അത് ഫൈനാണ്, അതൊരറിവാണ്. പക്ഷെ എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടൂല. അപ്പൊ അവിടുന്ന് വരുന്ന വണ്ടിക്കാരൻ സിഗ്നലെന്നു പോക്കീര് SI അവിടെ ഉണ്ട്. അപ്പൊ അമൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ മനസ്സ് കയറി. അതാണ് ഈ മനസ്സ് കയറിയാലേ അമൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചവിട്ട് കയറും തൊള്ളോണ്ട് പോകും. ഒരു പൈപ്പ് കയറും മറ്റേ പൈപ്പിൽ പോകും, അത്രേ ഉള്ളൂ. മനസ്സ് കയറിയാലോ അമല ഇളകും. ഖദ് അഫ്ലഹ മൻ തസക്ക, മനസ്സ് കയറി. വദക്കറസ്മ, നാവ് ഇളകി. ഫസല്ല, കയ്യും കാലും ഇളകി. മനസ്സ വാച കർമ്മണ, ഖുർആനിലുണ്ട്. മനസ്സ് കയറിയാലേ നടക്കുള്ളൂ. അപ്പൊ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറയണ എന്റെ മനസ്സിൽ അള്ളാഹു തആല ഇതൊക്കെ ആദ്യം ഒന്ന് കയറ്റി തെറ്റേ. പിന്നെ വെള്ളിയാഴ്ച എന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ ആ സൂറത്തുൽ കഹ്ഫിന്റെ മാത്രം ഞാൻ പറയില്ല, മഹാനവറുകൾ കിനാവ് കണ്ടു. അത് നിങ്ങൾ മറന്നോ? ആ കിനാവ് കണ്ടു. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവനാക്കിയിട്ടില്ലെങ്കിൽ ചോദിക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. മറക്കണ്ടായിരുന്നില്ല. പോയിന്റുകൾ മറക്കാറില്ല. കിനാവ് കണ്ടു. ഈ കിനാവ് ഫ്രഷ് ആണ്, വലിയ മഹാൻ കണ്ടത്. അപ്പൊ ഒരു നായ എന്നെ കടിക്കാൻ വന്നു. ഉസ്താദ് നായ കടിക്കാൻ വന്നപ്പോ ഒരു പ്രകാശ രൂപം കബർക്കുണ്ട്. നായനാട്ടി ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് വെച്ചു. നീ എല്ലാ വെള്ളിയാഴ്ചയിലും പതിവായി ആത്മാർത്ഥമായി സൂറത്തുൽ കഹ്ഫ് ഓതിയിരുന്ന ആളല്ലേ? ആ സൂറത്തുൽ കഹ്ഫ് ഞാൻ അല്ലാഹു തആല എന്നെ ഈ രൂപത്തിൽ നിനക്ക് തുണയായി ഖബറിലേക്ക് ഇറക്കിയതാണ് എന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ഖബറിൽ നേരം പോക്കും ആശ്വാസവും അവനാണ് ഉസ്താദേ എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതായി ഇബ്നു ഹജർ എന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനാണ് മഹാനായവറുകൾ അവിടുത്തെ ദുറുൽ കാമിലിൽ രേഖപ്പെടുത്തിയതാണ്. ഇത് മഹാനായ ഇബ്നു ദഖീഖിൽ ഈദി റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ കഹ്ഫിനെ വജ്ര ആയുധമായി ജീവിതത്തിൽ അവലംബിക്കാൻ, ദീപശിഖിയായി ഉള്ളിൽ കൊണ്ടു നടക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെല്ലാരെയും അല്ലാഹു സ്വലാത്തിന്റെ ആളുകളാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ സിയാത്തുകളും ഹസനാത്താക്കി തബ്ദീൽ ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാഹ്. അതൊന്ന് വെള്ളിയാഴ്ച 11 തൊട്ടാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم صلاة وسلاما دائمين متلازمين إلى يوم الدين. അർഹമ റഹീമീനായ അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, അവിടുത്തെ അസ്ഹാബ്, അസ്വാജ്, ആല്, അഹ്ലു ബൈത്ത്, ബദരീങ്ങൾ അടക്കമുള്ളവരിൽ എത്തിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ അഷ്ടദിക്കിൽ ബർസഖി വിശ്രമത്തിൽ കഴിയുന്ന മഹാന്മാർ, മഹദികളിൽ എത്തിക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ കഴിയുന്നവരിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്. കൂടെ പഠിച്ചിരുന്നവരിൽ പലരും ഖബറിലാണ്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്നവരിൽ പലരും ഖബറിലാണ്.
ഞങ്ങളിൽ നിന്ന് പഠിച്ചവരിൽ തന്നെയും പലരും ഖബറിലാണ്. അയൽവാസികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, കൂടെ നടന്നവരുണ്ട്, കൂടെ കിടന്നവരുണ്ട്, പലരും ഖബറിലാണ്. അവർക്ക് ഇതിന്റെ തവാബുകൾ എത്തിച്ചവരുടെ ഖബറിനെ അനുഗ്രഹത്തിന്റെ ആരാമങ്ങളാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തേക്ക് പ്രവിശാലമാക്കണേ അല്ലാ. ഭക്ഷണം തന്ന് തീറ്റിപ്പോറ്റി നോക്കിപ്പോറ്റി ഞങ്ങളുടെ ആരോഗ്യത്തിന് കാവലിരുന്ന് വളർത്തിയ മാതാപിതാക്കളെ മണ്ണിന്റെ അടിയിൽ അദാബിലാക്കല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹം നൽകണേ അല്ലാ. അത് മുഴുവനും ഖിദ്മത്തിനും ദഅവത്തിനും മദഹിനുമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ആത്മാവിന്റെ റൂട്ട് മാപ്പിൽ ഗതാഗത ഗുരുക്കുണ്ടാക്കല്ല അല്ലാ. മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ മനസ്സ് നൽകണേ അല്ലാ. രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട ശരീരം നൽകണേ അല്ലാ. ബറക്കത്തുള്ള കാശ് നൽകണേ അല്ലാ. ബറക്കത്തുള്ള ആരോഗ്യം നൽകണേ അല്ലാ. ബറക്കത്തുള്ള ഇൽമ നൽകണേ അല്ലാ. ബറക്കത്തുള്ള അമലുകൾ നൽകണേ അല്ലാ. ആയുസ് അന്തസാക്കി തരണേ അല്ലാ. രോഗികൾക്ക് ആശ്വാസം നൽകണേ അല്ലാ. വേദനയുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പൊളച്ചിലുള്ളവരുണ്ട്, ഉറക്കം വരാത്തവരുണ്ട്, ഭാര്യമാരെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. ഷിഫാഇന്റെ സലാമത്തിന്റെ വഴികൾ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. അറ്റാക്ക് തന്ന് ഞങ്ങളെ തളർത്തല്ല അല്ലാ. ക്യാൻസർ കൊണ്ട് കുടുക്കല്ല അല്ലാ. സ്ട്രോക്ക് കൊണ്ട് തളർത്തല്ല അല്ലാ. ക്യാൻസർ കൊണ്ട് ഞങ്ങളെ തകർക്കല്ല അല്ലാ. ഇത്തരം രോഗങ്ങൾ തരല്ലേ അല്ലാ. കിഡ്നി വീക്ക് തരല്ലേ അല്ലാ. പ്രഷർ നൽകല്ല അല്ലാ. ഷുഗർ നൽകല്ല അല്ലാ. മൂത്രക്കല്ല് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. വയറുവേദന കൊണ്ട് കഷ്ടപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا رب العالمين واغفر لنا يا غفار وانصرنا يا نصير واحفظنا يا حفيظ وهب لنا يا وهاب واستر عيوبنا يا ستار وسلمنا يا سلام وقونا يا قوي واستر عيوبنا يا ستار واشفنا يا شافي يا كافي يا معافي يا عليم يا حليم يا عظيم يا تواب يا وهاب يا ستار يا رب العالمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خلقه سيدنا محمد الحمد لله. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين.